യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് 0.5% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. FOMC മിനിറ്റ്സ് ഇന്നലെ വന്നിരുന്നു. യുഎസിൽ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഈ ട്രംപിന്റെ താരിഫ് ഒക്കെ മൂലം വർദ്ധിക്കാൻ ഇടയാകുന്ന ഒരു കോഷ്യസ് അപ്രോച്ച് ആയിട്ടാണ് FOMC മിനിറ്റ്സ് പറയുന്നത്. ഇത് മാർക്കറ്റിൽ ഒരു പ്രഷറിന് കാരണമായി. മറ്റൊന്ന്, യുഎസിൽ നിന്ന് ചിപ്പ് ഡിസൈനേഴ്സ് ചൈനയിലേക്ക് ചിപ്പ് സെല്ല് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ്. ഈ താരിഫ് യുദ്ധം മൂലം വന്നിരിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ ആണ് ഇത്. ചിപ്പ് മേക്കേഴ്സിനൊക്കെ ഒരു അല്പം സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻവിഡിയയുടെ റിസൾട്ട് വന്നത് മാർക്കറ്റിന്റെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഡോജിൽ നിന്ന് ഇലോൺ മസ്ക് പുറത്തേക്ക് പോവുകയാണ്. ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതിന് ശേഷം ഈ താരിഫ് യുദ്ധം നിയമവിരുദ്ധമാണെന്ന ഉള്ള രീതിയിൽ US കോടതി വിധി വന്നിരുന്നുണ്ട്. ഇത് വളരെയധികം പോസിറ്റീവാണ്. US ഫ്യൂച്ചേഴ്സ് എല്ലാം ഇതിനുശേഷം വളരെയധികം പോസിറ്റീവായിട്ട് ഉയർന്നു. അതേ തുടർന്ന് ഏഷ്യൻ വിപണികളും ഇന്നിപ്പോൾ രാവിലെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസവും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയുമായിട്ടുള്ള കരാർ ഡീൽ ചെയ്യുന്നതിന്റെ, അതായത് താരിഫ് യുദ്ധ അതിന്റെ ഒത്തുതീർക്കുന്നതിന്റെ കരാർ ഏതാണ്ട് ഒന്നാം ഘട്ടമാകുമെന്ന് പറഞ്ഞ തീരുമാനത്തിനും അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ബൈക്കും ഒന്നും ഇന്നലെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചില്ല. പൊതുവെ PSU സെക്ടറും മീഡിയ സെക്ടർ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറുകളും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ ഉൾപ്പെടെ എല്ലാം മൈനസിലായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ വ്യാവസായിക ഉൽപ്പാദനം 8 മാസത്തെ ആയിട്ടാണ് ഇന്നലെ ഡേറ്റ വന്നിരുന്നത്. പല സെക്ടറുകളും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നും ഉള്ള ഈ ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ മാനേജ്മെന്റിന് ട്രേഡിംഗിൽ നിന്ന് സെബി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈന ഇന്ത്യയിലേക്ക് ചില റെയർ എർത്ത് മെറ്റൽസ്, മാഗ്നറ്റ് ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ സെഗ്മെന്റിന് ഇതൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ RBIയുടെ റേറ്റ് കട്ടും ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഫണ്ട് പമ്പ് ചെയ്തതും ഇനി വരാനുള്ള RBIയുടെ മീറ്റിംഗിലൊക്കെ റേറ്റ് കട്ടിനുള്ള സാധ്യതകളും ഒക്കെ ഈ കോർപ്പറേറ്റിന് ഈ ഷോർട്ട് ടേം ബോൺസ് വിൽക്കാനായിട്ട് സഹായകമാണ്. അപ്പോൾ ഇത് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നതിന് കാരണമാവും. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി എഫ്ആന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന പൊസിഷൻ 1% താഴെ ലൈറ്റൻ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ വീണ്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് കൂട്ടിയിട്ടുണ്ട്. 69% 79% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് 59% ഷോർട്ടിലാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് 62% ലോങ്ങിലേക്കാണ് നിൽക്കുന്നത്. ഇനി എഫ്ആന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 പൊസിഷനും ഹെഡ്ജഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കോളും പുട്ടും വാങ്ങി ഹെഡ്ജ് ചെയ്തിട്ടായിട്ട് കാണുന്നു. FIS നെഗറ്റീവ് രീതിയിലാണ് പൊസിഷൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വളരെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ Q1 GDP ഡേറ്റ ഉണ്ട് US-ന്റെ ഭാഗത്തു നിന്ന്. അതുപോലെ ജപ്പാന്റെ കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റയുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, ഇപ്കാ ലബോറട്ടറീസ്, ആൽക്കം ലബോറട്ടറീസ്, അമർ രാജ എനർജി, ബജാജ് ഹിന്ദുസ്ഥാൻ,